അയാളെ കൊട്ടയിലാക്കി, അയാളെ കുപ്പിയിലിറക്കി, ആ പ്രൈസിന് അയാളെ അങ്ങ് ചാമ്പ്യരെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചില ലീഡേഴ്സ് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കാറുണ്ട്. ചിലപ്പോൾ ലീഡേഴ്സ് എംപ്ലോയീസിൻ്റെ ഇത്തരത്തിലുള്ള ഭാഷയെ അനുവദിച്ച് കൊടുക്കുന്നത് കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷ, ഒരുതരം മിടുക്കിൻ്റെ ഭാഷ അത്ര നല്ലതല്ല. ഒരു സ്പോർട്സ് ടീമിൽ നിന്നോ അല്ലെങ്കിൽ യുദ്ധമുഖത്തെ പട്ടാളക്കാരിൽ നിന്നോ വ്യത്യസ്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനവും കസ്റ്റമേഴ്സും ഇവിടെ രണ്ട് ടീംസ് അല്ല. ഒരു വശത്ത് ബിസിനസ് സ്ഥാപനവും മറുവശത്ത് കസ്റ്റമേഴ്സും നിൽക്കുന്ന ഒരു സ്പോർട്സ് ഗെയിമോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ അല്ല ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷ, ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സിൻ്റേതായിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ മിടുക്ക് കാണിക്കുന്ന, കസ്റ്റമേഴ്സിനെ നമ്മൾ മണ്ടനാക്കി എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളുടെ മിടുക്ക് കാണിക്കുന്ന ഒരു ഭാഷയെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ കൾച്ചറിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാവും. കസ്റ്റമേഴ്സിനെ പറ്റിച്ച് വളരുക എന്നുള്ളൊരു കാര്യം കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറും, കസ്റ്റമേഴ്സിനെ തോൽപ്പിച്ച് വളരുക എന്നുള്ളത്. പക്ഷേ ഏതൊരു ബിസിനസ് സ്ഥാപനവും വളരുന്നത് കസ്റ്റമറെ വിജയിക്കാൻ സഹായിച്ചുകൊണ്ടാണ്. കസ്റ്റമറുടെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ സർവീസും വാല്യുബിൾ ആകുന്നത്. അപ്പോഴാണ് അത് വർത്ത് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ, പണം കിട്ടാൻ വർത്തിയായിട്ട് മാറുന്നത്. അപ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. ആ രീതികളിൽ ബിസിനസ് സ്പോർട്സ് ടീമിൽ നിന്നും യുദ്ധമുഖത്തുള്ള പട്ടാളത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ്.